മൈക്രോസോഫ്റ്റ് പവർ ബി ഐ നമുക്ക് അറൗണ്ട് 100ഓളം ഡാറ്റാ സോഴ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ കോമണായി യൂസ് ചെയ്യുന്ന ചില ഡാറ്റാ സോഴ്സുകളാണ് എക്സൽ, അതുപോലെ തന്നെ CSV, വെബ്, അതുപോലെ തന്നെ SQL ഡാറ്റാബേസ്. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഡാറ്റാ സോഴ്സിലേക്ക് നമുക്ക് പവർ ബി ഐയെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഒരു എക്സൽ ഫയലിലേക്കാണ്. അതായത് പവർ ബി ഐ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ആർ കണക്റ്റിംഗ് ടു ആൻ എക്സൽ ഫയൽ. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ എക്സൽ ഫയൽ ഈ ഒരു ഫോൾഡറിനകത്ത് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് ഡാറ്റ എന്നുള്ള ആ ഒരു ഫയൽ നെയിമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഡാറ്റയെ ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിത് എങ്ങനെ മൈക്രോസോഫ്റ്റ് പവർ ബി ഐയിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. സോ ഞാൻ എന്ത് ചെയ്തു, പവർ ബി ഐ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ ഗെറ്റ് ഡാറ്റ എന്നുള്ള മെനു യൂസ് ചെയ്താണ് നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ ബി ഐയെ എക്സലിലേക്ക് അല്ലെങ്കിൽ ഏത് ഡാറ്റ സോഴ്സിലേക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഗെറ്റ് ഡാറ്റ എന്നുള്ള ഈ ഒരു മെനു വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സലിലേക്കാണ് കണക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ അതേസമയം നമ്മൾ SQL സെർവർ ഡാറ്റാബേസിലേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ്, സെലക്ട് ചെയ്യേണ്ട കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SQL സെർവറാണ്. CSV ഫയലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ CSV എന്നുള്ള ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. വെബ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ്. സോ നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത് എക്സൽ വർക്ക് ബുക്കിലേക്കാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ പാത്ത് ഓൾറെഡി കിടക്കുന്നത് ഈ ഒരു പാത്തിലാണ് നമ്മളെ ഫയലുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തു, ആ പാത്തിലേക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫോൾഡറിനകത്ത് നമുക്ക് ഒറ്റ എക്സൽ ഫയൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ആ ഒരു ഫയൽ മാത്രം കാണിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫയലിലേക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിനകത്തുള്ള ഷീറ്റ്സ്, അതായത് ആ എക്സൽ ഫയലിനകത്ത് നമ്മൾ എത്ര ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഷീറ്റ്സ് എല്ലാം ഇവിടെ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. സോ ഇവിടെ ഒരു സിംഗിൾ ഷീറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ഷീറ്റിനകത്തുള്ള ഡാറ്റ മാത്രമേ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുക, വൺസ് അതിൻ്റെ ഒരു പ്രിവ്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, എന്തൊക്കെയാണ് അതിനകത്തുള്ള ഡാറ്റ എന്ന് ജസ്റ്റ് പ്രിവ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ചെക്ക് ബോക്സ് എനേബിൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പവർ ബിയിലേക്ക് എക്സൽ ഫയലിനെ ലോഡ് ചെയ്യാം. ഓക്കെ, വൺസ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, സെയിൽസ് ഡാറ്റ 2 എന്നുള്ള ആ ഒരു ഫോൾഡറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് സേവ് ആയിട്ടുള്ളത്, പവർ ബിയിലേക്ക് ലോഡായിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫയലിനെ, അതായത് ഒരു എക്സൽ ഫയലിനെ നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ ബിയിലേക്ക് ലോഡ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ഫയൽ, അതായത് മറ്റൊരു ടൈപ്പ് ഫയൽ, അതായത് CSV അല്ലെങ്കിൽ SQL സെർവർ, വെബ്, അതിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.